2024 ഏപ്രിൽ 12 വെള്ളി. ഇന്ന് 1199 മീനം 30. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കൊടും ചൂട് 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. രാവിലെ 9 മുതൽ തന്നെ കരുതൽ വേണം. വരും ദിവസങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടും. താപനില 40 ഡിഗ്രി സെൽഷ്യസിനോടടുത്തതോടെ കേരളം രാപ്പകൽ തീച്ചൂളയിൽ. കുറഞ്ഞ താപനില പോലും 30 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. രാവിലെ 11 മുതലുള്ള വെയിൽ നേരിട്ട് ഏൽക്കാൻ പാടില്ലെന്നാണ് ഔദ്യോഗിക മുന്നറിയിപ്പെങ്കിലും രാവിലെ 9 മുതൽ തന്നെ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. പകൽ 12 മണി മുതൽ 3 വരെ കൃഷിപ്പണി ഒഴിവാക്കണമെന്നും ഈ സമയത്ത് കീടനാശിനികൾ പ്രയോഗിക്കാൻ പാടില്ലെന്നും കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിച്ചു. ചൂട് കുറയാൻ മെയ് പകുതി വരെയെങ്കിലും കാത്തിരിക്കണം. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മിക്ക ജില്ലകളിലും വരും ദിവസങ്ങളിൽ താപനില പതിവിലും 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കടുത്ത മുന്നറിയിപ്പ്. ഇന്നു മുതൽ കൂടുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. വടക്കൻ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കൃഷിനാശം 40 കോടി. സംസ്ഥാനത്ത് വരൾച്ചയെ തുടർന്ന് 40 കോടി രൂപയുടെ കൃഷിനാശം. ജനുവരി 1 മുതൽ കഴിഞ്ഞയാഴ്ച വരെയുള്ള കണക്കാണ് ഇത്. 7000-ഓളം കർഷകരുടെ 2600 ഹെക്ടർ കൃഷി നശിച്ചു. പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ നാശം. ഉണങ്ങിയ തെങ്ങോലകൾ, തൊണ്ട്, വിള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടണമെന്ന് കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്നു. ഹൈക്കോടതി അനുമതിയായി റംസാൻ വിഷു ചന്ത ഇന്നു മുതൽ. തിരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ സബ്സിഡിക്ക് വിലക്ക്. സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപെടലില്ലാതെ റംസാൻ വിഷു ചന്തകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി. ഇന്ന് ഉച്ച മുതൽ 300 വിഷു ചന്തകൾ പ്രവർത്തിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു. നേരത്തെ തീരുമാനിച്ച സഹകരണ സ്ഥാപനങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ 1 വീതമുണ്ടാകും. 10 കിലോ അരി ഉൾപ്പെടെ 13 ഇനങ്ങൾ ലഭിക്കും. ചന്തകൾ സർക്കാർ സ്പോൺസേഡ് ആണെന്ന തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രചാരണം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനമുണ്ടായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം. തിരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ സബ്സിഡിക്ക് വിലക്കുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം കൺസ്യൂമർ ഫെഡിന് സർക്കാരിനോട് തുക ആവശ്യപ്പെടാമെന്നും കോടതി പറഞ്ഞു. ചന്തകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഉത്തരവ്. സർക്കാർ സബ്സിഡിയിൽ ചന്തകൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി ദീപുലാൽ മോഹൻ വാദിച്ചു. അധികാരത്തിലുള്ള പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ സർക്കാർ മുൻകൂർ തുക അനുവദിക്കുന്നതിലാണ് കമ്മീഷന് എതിർപ്പുള്ളതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചന്തകൾ തുടങ്ങാൻ ഫെബ്രുവരി 16 തന്നെ തീരുമാനമെടുത്തതാണെന്ന് കൺസ്യൂമർ ഫെഡ് ചൂണ്ടിക്കാട്ടി. മാർച്ച് 16 പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് തുടർ നടപടികൾക്ക് തടസ്സമായത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുന്നത് ഭരണ നേട്ടമല്ല. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ആശ്വാസമേകുന്ന സ്പെഷ്യൽ ചന്തകളുടെ നടത്തിപ്പ് സർക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ പ്രചരണ ആയുധമാക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജനാധിപത്യ സർക്കാർ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുന്നത് ഭരണ നേട്ടമായി പറയാനാവില്ല. ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങളും പിന്തുണയും നൽകുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, ബാധ്യതയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം. തിരിച്ചടിക്കൊരുങ്ങി ഇറാൻ. പുതിയ യുദ്ധമുഖം തുറക്കാൻ ഇസ്രായേൽ. മധ്യ ഗാസയിലെ നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ യുനിസെഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിനിരയായി. 3 വെടിയുണ്ടകൾ വാഹനത്തിൽ പതിച്ചതായി യുനിസെഫ് വക്താവ് അറിയിച്ചു. തെക്കൻ ഗാസയിലെ റഫയിലും കനത്ത ആക്രമണമാണ് ഉണ്ടായത്. ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ഭക്ഷണവും മരുന്നും മറ്റുമെത്താൻ ഇനിയും വൈകിയാൽ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും UN രക്ഷാസമിതി വീണ്ടും മുന്നറിയിപ്പ് നൽകി. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനാൽ സഹായവുമായി കൂടുതൽ ട്രക്കുകൾ ഉടൻ ഗാസയിലേക്ക് എത്തുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ഇതേസമയം ഹമാസിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നവരിൽ പ്രധാനിയായ നാസർ യാക്കോബ് ജബ്ബാർ നാസറിനെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. റഫേൽ നടന്ന ആക്രമണത്തിലാണ് നാസർ കൊല്ലപ്പെട്ടത്. ഗാസ നഗരത്തിലെ ഷൂജയിൽ ഹമാസ് കേന്ദ്രം തകർത്ത് ഒട്ടേറെ പേരെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഈ മാസം 1 സിറിയയിലെ ഇറാൻ്റെ എംബസി തകർത്ത് മുതിർന്ന ജനറൽമാരടക്കം
ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ഇറാൻ പ്രതികാരത്തിന് ഒരുങ്ങുന്നതിൻ്റെ സൂചനയുണ്ട്. ഉചിതമായ തിരിച്ചടി നൽകാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമൈനെയി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. പ്രതിരോധിക്കാൻ എല്ലാ സന്നാഹവും ഒരുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതോടെ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമായി. ഇതിനിടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചത് സമാധാന നീക്കത്തിന് തിരിച്ചടിയായി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,545 കടന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നടിയെ പീഡിപ്പിച്ച കേസ് പെൻഡ്രൈവ് കോടതി കടന്നത് ഗൗരവതരം. ജുഡീഷ്യൽ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിചാരണയടക്കം നടപടികളെ ബാധിക്കാമെന്ന് നിയമവിദഗ്ധർ. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് പലതവണ പുറത്തുപോയെന്ന ജുഡീഷ്യൽ റിപ്പോർട്ടിലെ മൊഴികൾ കേസിൻ്റെ വിചാരണയെ തന്നെ ബാധിക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കേസിൻ്റെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിചാരണ കോടതി തന്നെ കണ്ടെത്തി ഹൈക്കോടതിയെ അറിയിച്ച കുറ്റങ്ങളിൽ വിചാരണ നിർത്തിവെച്ച് തുടരന്വേഷണം ആവശ്യപ്പെടാവുന്നതാണ്. കേസിലെ അതിജീവിതയും പ്രോസിക്യൂഷനും ആരോപിക്കുന്നതുപോലെ പ്രധാന തുണ്ടി മുതലായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയതെങ്കിൽ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണെന്നും വാദമുണ്ട്. മെമ്മറി കാർഡും പെൻഡ്രൈവും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന 1 വർഷക്കാലം അസാധാരണ സംഭവങ്ങൾ നടന്നതായി അതിജീവിത കുറ്റപ്പെടുത്തുന്നു. അതിജീവിതയുടെ അന്തസ്സിനെ ബാധിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ സുപ്രധാന തുണ്ടി മുതലാണ് മെമ്മറി കാർഡും പെൻഡ്രൈവും. പല ഘട്ടങ്ങളിലായി കേസിൻ്റെ മേൽനോട്ട ചുമതല വഹിച്ച 3 ക്രിമിനൽ കോടതികളും ചില ജീവനക്കാരും കളിപ്പാട്ടം പോലെ ഈ തുണ്ടി മുതൽ കൈകാര്യം ചെയ്തെന്ന വിമർശനം അതിജീവിത ഉയർത്തുന്നു. 2017 ഫെബ്രുവരി 17 നടി പീഡിപ്പിക്കപ്പെടുന്നത്. കേസിലെ 1-ാം പ്രതി NS സുനിൽകുമാറിൻ്റെ ആദ്യ അഭിഭാഷകൻ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും മറ്റ് തൊണ്ടിമുതലുകളും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അവധിയിലായിരുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് 2017 മാർച്ച് 5 തിരിച്ചെത്തി. അന്നു മുതൽ കോടതിക്ക് അകത്തേക്കും പുറത്തേക്കും മെമ്മറി കാർഡ് നടത്തിയ അസാധാരണ സഞ്ചാരം അന്വേഷിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. മാർച്ച് 15 8-ാം പ്രതി നടൻ ദിലീപിൻ്റെ സാന്നിധ്യത്തിൽ 2 അഭിഭാഷകർ കോടതിയുടെ ചേംബറിൽ വെച്ച് അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ ലാപ്ടോപ്പിൽ പീഡന ദൃശ്യങ്ങൾ കണ്ട് വിവരങ്ങൾ കുറിച്ചെടുത്തതായി അന്നത്തെ AAPയുടെ മൊഴിയുണ്ട്. പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്ന ഘട്ടത്തിൽ ദൃശ്യങ്ങൾ തുറന്ന് പരിശോധിക്കുകയോ ചോരുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ മജിസ്ട്രേറ്റിൻ്റെയും അടുത്ത ബന്ധുക്കളുടെയും സ്വകാര്യ ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ടാബിൽ ദിലീപും മറ്റും വീട്ടിലിരുന്ന് കണ്ടതിന് നേരിട്ട് സാക്ഷിയാണെന്ന് സംവിധായകൻ P. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയുണ്ട്. 2017 നവംബർ 15 ഈ സംഭവം നടന്നതെന്നും മൊഴിയിലുണ്ട്. ഈ സമയം ആലുവക്കാരനായ ഒരാൾ ദിലീപിൻ്റെ വീട്ടിലെത്തിയതായും ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആലുവക്കാരൻ ആരാണെന്ന് ഇനിയും വ്യക്തമല്ല. 2017 ഡിസംബർ 30 ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ചില ഫയലുകൾ മായ്ച്ചു കളഞ്ഞതായി സൈബർ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ ഏജൻസിയെ ചുമതലപ്പെടുത്താതെയാണ് വിചാരണ കോടതി ജഡ്ജി തന്നെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. മെമ്മറി കാർഡും പെൻഡ്രൈവും അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ സ്വകാര്യ കസ്റ്റഡിയിലായിരുന്ന ഘട്ടത്തിൽ അത് മറ്റാരുടെയെങ്കിലും കൈവശം എത്തിയോ എന്ന് പരിശോധിക്കാതെ കേസന്വേഷണം പൂർത്തിയാകില്ലെന്നാണ് അതിജീവിതയുടെ നിലപാട്. തീച്ചൂടാണ്, കരുതൽ വേണം. വേനൽ ചൂടിൽ ഉരുകുകയാണ് കേരളം. അന്തരീക്ഷ ഈർപ്പം കൂടുതലായതിനാൽ അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ 4-5 ഡിഗ്രി കൂടുതലാണ്. നിർജ്ജലീകരണം, ചൂടുകുരു, സൂര്യതാപം, സൂര്യാഘാതം തുടങ്ങിയവ ചൂടിൻ്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ് തുടങ്ങി അണുബാധ മൂലമുള്ള രോഗങ്ങളും കൂടും. ശുദ്ധമല്ലാത്ത വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ചൂട് 40 കടന്നാൽ, താപനില 40 ഡിഗ്രി കടന്നാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ചെറിയ തോതിൽ ബാധിക്കും. പ്രായമായവരിലും കുട്ടികളിലും ഇത് തീവ്രമായി അനുഭവപ്പെടും. ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നതാണ് ആദ്യഘട്ടം. ഇത് ക്ഷീണമുണ്ടാക്കും, രക്തസമ്മർദ്ദം കുറയ്ക്കും, കുഴഞ്ഞു വീഴും. ശുചിമുറിയിൽ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിൽക്കുന്ന അവസ്ഥയിൽ രക്തസമ്മർദ്ദം പതിവിലും താഴുമെന്നതാണ് കാരണം.
വയോജനങ്ങളിൽ മിക്കവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ജലാംശം കൂടുതലായി നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിലെ ലവണങ്ങളുടെ, പ്രത്യേകിച്ച് സോഡിയത്തിൻ്റെ സന്തുലിതാവസ്ഥ താളം തെറ്റുകയും അത് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. ജലാംശം നഷ്ടപ്പെടുന്നത് ത്വക്കിൽ പ്രശ്നമുണ്ടാക്കും. വെയിലേറ്റ് ശരീരത്തിൽ കുമിളകളുണ്ടാകുന്ന സൂര്യതാപം സാധാരണമാണ്. തുടർച്ചയായി വെയിലേൽക്കുന്നവർക്കും വെളുത്ത ത്വക്കുള്ളവർക്കുമാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതൽ. തൊലിക്ക് നിറം നൽകുന്ന മെലാനിൻ്റെ അളവ് കൂടുന്തോറും ഇതിനുള്ള സാധ്യത കുറയും. ത്വക്കിൽ ഫംഗസ് ബാധയും കൂടും. കുട്ടികളിൽ ചൂടുകുരുവിന് പുറമെ ചൊറിഞ്ഞു പൊട്ടുന്ന വലിയ കുരുക്കളും ഉണ്ടാകുന്നുണ്ട്. ചൂടുകുരുവിൽ വീണ്ടും ബാക്ടീരിയ ബാധ ഉണ്ടാകുന്നതാണ് കാരണം. കടുത്ത ചൂട് പലരിലും മാനസിക പിരിമുറുക്കം കൂട്ടുന്നു. ചിലർ വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് ഇതിന് കാരണമാണ്. ശുഭദിനം. നന്ദി.